ആടിവാപ്പാറ്റേ ചാടിവാപ്പാറ്റേ തുള്ളിച്ചാടിയാടിവാപ്പാറ്റേ. ഇങ്ങട് വാപ്പാറ്റേ, ഞങ്ങളൊന്നും ചെയ്യില്ല. എടീ പാച്ച നന്ദി അടിച്ച് കൊല്ലണോട്ടാ. അതൊക്കെ ഞാൻ ഏറ്റു. ആടിവാപ്പാറ്റേ ഇങ്ങട് വാപ്പാറ്റേ. അതെ, എന്തിന്റെ പരിപാടി? അപ്പേ ഒരു പാറ്റ ഫ്രിഡ്ജിന്റെ അടി ഇരിക്കണ്. അതിനെന്തിട്ട് പാട്ട് പാടണേ? പാച്ചനെ പറ്റിക്കാനായിട്ടാ. പാട്ട് കേട്ട് പാറ്റ ഇങ്ങട് വരുമ്പോ ഞങ്ങൾ തല്ലിക്കൊല്ലും. പാറ്റ പിടിച്ച് നല്ല കടി അടിക്കട്ടെ രണ്ടിനും. വെറുതെ ആവശ്യമില്ലാത്ത പണിക്കോണ്ട. എടീ പാച്ച കടിക്കോ? എന്റെ ചേച്ചി അപ്പ വെറുതെ പറഞ്ഞതാ, പാറ്റൊന്നും കടിക്കില്ല. എന്താ പാറ്റയ്ക്ക് വായില്ലേ? പാറ്റയ്ക്ക് വായില്ല. അപ്പൊ പാറ്റ എങ്ങനെ ഭക്ഷണം കഴിക്കും? പറ. അങ്ങനെയാണെങ്കിൽ പാറ്റയ്ക്ക് വായുണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പാറ്റ കടിക്കാനും വഴിയുണ്ട്. വാ നമുക്ക് പോവാം. പേടിണ്ട് ചേച്ചി പോയിക്കോ. പക്ഷെ ഈ അക്കു ഈ പാറ്റേനെ കൊന്നിട്ടേ ഇവിടുന്ന് വരുള്ളൂ. സത്യം സത്യം സത്യം. എന്നാലേ പേടിയില്ലാതെ നീ ഇവിടെ നിക്ക്, ഞാൻ പോണു. പേടിയുള്ളവരൊക്കെ പൊയ്ക്കോ, എനിക്കൊരു പേടിയുമില്ല. ആടിവാപ്പാറ്റേ ചാടിവാപ്പാറ്റേ. ആടിവാപ്പാറ്റേ ചാടിവാപ്പാറ്റേ തുള്ളി. ഹലോ, എന്താ ഞാൻ എക്സസൈസ് എടുത്താ. ഇപ്പഴാ? രാവിലെ മറന്നുപോയി. ഞാൻ വിചാരിച്ചു നീ പേടിച്ചോടിയതായിരിക്കുന്നു. പേടിയാ? ഈ അക്കുത തികട്ടൂരില്ല. എന്ത് പേടി? അല്ല, എന്തിട്ട് നീ കണ്ടു? ആർക്കറിയാം, അപ്പൊ പറയണ്ടേട്ടുണ്ട്. ബെസ്റ്റ്. എടിയക്കു, നിന്നെ പഠിക്കാൻ വിളിക്കണ്ട്. എനിക്ക് വിശക്കണ്. അമ്മ പഠിപ്പിക്കാൻ വിളിക്കുമ്പോഴാണോ നിന്റെ വിശപ്പിൽ എന്തെങ്കിലും വിശപ്പിൽ ബാധിക്കണേ? അതെ. എന്നാ പിന്നെ അമ്മയോട് പറയാ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടേ നിന്റെ വിശപ്പിൽ എന്തെങ്കിലും മുറിച്ചോളേ. അപ്പൊ പ്രശ്നം തീരില്ലേ? നിങ്ങളോട് ഞാൻ വഴക്കാം. എടി കൊച്ചേ, അമ്മ ഇങ്ങോട്ട് വന്നാണ്ടല്ല നല്ല അടി കിട്ടും. മര്യാദക്ക് വന്നോ, ഞാൻ പോണു. ഞാനും പോണു. ഇതെവിടെ പോയാവോ? നീ എന്തൊട്ട് നോക്കണേ? ഞാനേ മറ്റേ ചന്ദ്രൻ നോക്കിയതാ. ഏത് ചന്ദ്രൻ? മുള്ള തെങ്ങറിഞ്ഞാ? തെങ്ങാറിനല്ല, അമ്പിളിയമ്മാവൻ. അതിന്തൊട്ട് ഇത്ര നോക്കാനുള്ളത് എന്നും കാണണല്ലേ? അതല്ല, ഞാൻ ചില ബിസിനസ് പദ്ധതികൾ ആലോചിക്കുകയായിരുന്നു. നീ ചന്ദ്രനെ വിൽക്കാനുള്ള വല്ല പരിപാടി ഉണ്ടാ? അതൊന്നുമല്ല, അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം. കേക്കട്ടെ കേക്കട്ടെ. അതായത് ആ, ചന്ദ്രനിൽ ഞാനേ കുറച്ച് സ്ഥലം വാങ്ങിച്ചാലെന്ന് ആലോചിക്കുന്നു. ഇല്ലില്ല, നീ ബാക്കിയോടി പറയാ. നമ്മളിപ്പോ ചന്ദ്രനിൽ ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടു. 2 കൊല്ലം കഴിയുമ്പോ നമുക്കത് മറച്ചു വെക്കാം. ഭയങ്കര ലാഭമായിരിക്കും. ഭയങ്കര ലാഭമായിരിക്കും. പക്ഷെ ആർക്ക് വിൽക്കും? അല്ല, അതായിരിക്കും വിൽക്കാം. അതിന് നിന്നെ പോലെ വല്ല പ്രാന്തന്മാരും വരണ്ടേ? എന്റെ അപ്പ കുറച്ച് കഴിയുമ്പോ ഭൂമിയോട് നശിക്കും. അപ്പൊ ചന്ദ്രനിലെ സ്ഥലമുള്ള ആൾക്കാർക്കേ ഈ നശിക്കണിക്കും അങ്ങോട്ട് പോവാ. അറിയോ? അതെ, ഈ കഥ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്ക്, അവള് വിശ്വസിച്ചോളും. എനിക്കേ അപ്പുറത്ത് കുറച്ച് പണിയുണ്ട്. ഓരോ കഥകളും കൊണ്ടുവരും. ഇതൊക്കെ സംഭവിക്കണ കാര്യങ്ങളാ. ഒന്ന് പോയടാ. എന്നോട് പറയും, ഞാൻ വിശ്വസിക്കാം. അത് ഈ ഭൂമി അടുത്തന്നെ നശിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ചന്ദ്രനിൽ പോയിട്ട് താമസിക്കും. പക്ഷെ അയക്കുമ്പോ നമ്മൾ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിക്കണം. ഭൂമി നശിക്കണമെങ്കിൽ ഭൂമി കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുലുങ്ങും. അതെന്ത്? ഭൂമി ഇങ്ങനെ കിടന്ന് കുലുങ്ങുമ്പോ ഞാൻ ഏതെങ്കിലും മാവിന്റെ അടി പോയിരിക്കും. അപ്പൊ എനിക്ക് കൊറേ മാങ്ങ തിന്നാലോ. ബാക്കിയുള്ളവൻ ചാവങ്ങ കിടക്കുമ്പോ നിന്റെ മാങ്ങേറ്റ. എന്റെ അപ്പേ, എന്തായാലും നമ്മള് മരിക്കും. എന്നാ പിന്നെ മാങ്ങ തിന്ന് മരിച്ചൂടെ?
മോളെ നീ പഠിക്കുന്നിടത്തുനിന്ന് എവിടേക്ക് എഴുന്നേറ്റ് പോയത്? അതെ പോയിരുന്ന് പഠിച്ചത് അത് നല്ലത്. അപ്പ ചന്ദ്രന്റെ ഇപ്പൊ എന്നെ വിളിക്കണേ. ആ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. അമ്മ എനിക്ക് വിശക്കണ്.